നന്ദനെ ആശുപത്രിയിലെത്തിക്കുന്ന വിദ്യാഭാരതി. ഓപ്പറേഷൻ തിയേറ്ററിൽ നന്ദന ഹോസ്പിറ്റലിലായ വിവരം ഭാഗീരഥി തമ്പുരാട്ടി സേതുലക്ഷ്മിയെ വിളിച്ചു പറയുന്നു. ഭാസ്കരക്കുറിപ്പിൽ നിന്നും വിവരമറിയുന്ന പ്രതിഭ. ആശുപത്രിയിലെത്തുന്ന സേതുലക്ഷ്മി. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പോഴെങ്ങനെയുണ്ട് നന്ദനയ്ക്ക്? ഓപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ. പോലീസിൽ വിവരമറിയിക്കുന്ന സേതുലക്ഷ്മി. പൂട്ടിയിട്ട നിലയിൽ പ്രതാപവർമ്മയെ കണ്ടെത്തുന്ന പോലീസ്. ഇനി തുടർന്ന് കാണുക. അയ്യോ സാറേ, പോവാണോ സാറേ? സാറ് പോവാ? ഇനി ഞാൻ വരും. അപ്പൊ കാണണം. ഡോക്ടർ, നന്ദനയ്ക്ക് എങ്ങനെയുണ്ട്? എന്ത് പറ്റി ഡോക്ടർ? ഞങ്ങൾ വിചാരിച്ചാലും മോശമായിരുന്നു കണ്ടീഷൻ. വലിയ അളവിൽ രക്തം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരുമ്പോഴും ബ്ലീഡിംഗ് നിലച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ ഡോക്ടർ. എവിടെ എന്റെ കുട്ടി? അപകടനില കഴിഞ്ഞു. സർജറി സക്സസ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ കയറി കാണാവോ? അടുത്ത 2 ദിവസം ICUലായിരിക്കും. അപ്പോ അത്യാവശ്യക്കാർക്ക് കയറി കാണാം. Then okay? Okay, thank you. അത് പറ്റില്ല. കമ്മിറ്റിയിൽ ആലോചിക്കണം. ഞാൻ വന്നിട്ട് മതി. ശരി, പറയാം. ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. അതെ, നമ്മളെല്ലാവരും കൂടി ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മേ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. മോളെ ഒന്ന് കാണാതെ എങ്ങനെയാ സേതു? ഇന്ന് എന്തായാലും മോളെ കാണാൻ സമ്മതിക്കില്ലമ്മേ. നാളെ ഡോക്ടർ പെർമിഷൻ തരൂ. വെറുതെ ഇവിടുന്ന് കൊതുകടി കൊള്ളണ്ട. അമ്മയും കൂട്ടി ചെല്ലു വിദ്യേച്ചി. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഭാസ്കരേട്ടൻ ഇവിടെ നിന്നോട്ടെ. എന്താ ഭാസ്കരേട്ടാ? അല്ലെങ്കിൽ ഞാനിന്ന് പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ഞാനും നിൽക്കാം സേതു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ചേച്ചി. നന്ദനയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞില്ലേ. അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ പാർട്ടി വർക്കേഴ്സ് ഉണ്ട്. ഞാനൊന്ന് വിളിച്ചാൽ മതി, അവരിവിടെ ഓടിയെത്തും. ശരിയാ വിദ്യേ. മോളെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ വരാന്തയിൽ ഇരുന്നിട്ട് എന്തിനാ? നമുക്ക് പോയിട്ട് വരാം. ചേച്ചി ധൈര്യമായിട്ട് പോ. ഞാനില്ലേ ഇവിടെ. ഭാസ്കരേട്ടാ, ഇവരോട് താഴെ വരെ പോയി ചെല്ലു. വിദ്യേച്ചി,
ഇപ്പോഴാ നിങ്ങൾ എന്റെ ചേച്ചിയായത്. നന്ദനയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. സേതു, ഞാൻ ആർക്കു വേണ്ടിയാണെങ്കിലും എന്ത് അഭിമാനത്തിന്റെ പേരിലാണെങ്കിലും ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള ബന്ധം മറച്ചു വെക്കാനേ കഴിയൂ, മുറിച്ചു മാറ്റാൻ കഴിയില്ല. കാരണം അമ്മ എന്നത് ഏറ്റവും വലിയ സത്യം. ചേച്ചി ചെല്ല്. ഇനി ഇവിടെ എന്ത് യുദ്ധമാണോ നടക്കാൻ പോകുന്നെന്ന് അറിഞ്ഞൂടാ. നീ വാ. എന്തേ വിദ്യാർത്ഥി, വിവരം അറിയാതെ ഞാനിവിടെ ഉരുകുമായിരുന്നു. ആശുപത്രിയിലാകെ ഫോൺ ഉണ്ടായിരുന്നത് ഭാസ്കരേട്ടന്റെ കയ്യിലാ. അതാണെങ്കിൽ ഓഫ് ആവുകയും ചെയ്തു. പറയേ, നന്ദിനിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റിരുന്നോ? നിങ്ങൾ സംസാരിച്ചോ? സംസാരിക്കാനോ? പ്രതിഭ എന്തറിഞ്ഞിട്ടാ തലനാരിഴയ്ക്കാ എന്റെ കുട്ടി രക്ഷപ്പെട്ടത്. ഈശ്വരാ, എന്നിട്ട്? അപകടനില കഴിഞ്ഞു. ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന് കേട്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ആരായാലും കൊല്ലാൻ വേണ്ടി ചെയ്തതാ. ഇവിടെ പോലീസ് വന്നിരുന്നു. തെളിവെടുപ്പ് നടത്തിയിട്ടാ പോയത്. എനിക്കറിയാവുന്നത് അത്രയും ഞാൻ പറഞ്ഞു. പ്രതാപേട്ടനെ എസ് ചോദ്യം ചെയ്തു. അതിന് റൂമിൽ നിന്നിറങ്ങിയോ? അതെങ്ങനെയാ? താക്കോല് വിദ്യാർത്ഥിയുടെ കയ്യിലല്ലേ? ജനലിലൂടെയാ സംസാരിച്ചത്. ചെല്ല് വിദ്യ, മുറി തുറന്നു കൊടുക്ക്. ചെല്ല്. സൂക്ഷിക്കണേ എടുത്തേ. ശരിയാ, കല്ലുതുള്ളിയായിരിക്കും. മോള് സൂക്ഷിക്കണേ. നീ ഇത്രയ്ക്ക് അഹങ്കാരിയായി എന്നത് ഈ പൂട്ടിയിടുവല്ലേടി? എന്തിനാ ഇപ്പൊ പറഞ്ഞൂട്ടെ? പറയടി, പറയാൻ. എന്തിനാ എന്നെ റൂമിൽ പൂട്ടിയിട്ടേന്ന് എന്താണ് മിണ്ടാത്തെ? വായി തുറന്ന് പറയടി. നിനക്ക് നിന്റെ പിഴച്ച സന്തതിയാണോ ഈ വലുത്? നോക്കി പേടിപ്പിക്കുന്നതേ നിന്നെ ഞാനേ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്ത് ഓടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത. നിങ്ങൾ മാറുന്നുള്ള എങ്കിൽ ഇവിടെ അങ്ങ് തല്ലിക്കൊല്ല്. എന്നിട്ട് വർമ്മ പോയി ജയിലിൽ കിടക്ക്. എന്താ ചെയ്യുന്നില്ലേ? മിണ്ടരുത്. കണക്ക് പുറത്ത്. ഇതെന്റെ ഏരിയ. ഈ വീട്ടിൽ എനിക്കായി പറഞ്ഞു വെച്ചിട്ടുള്ള സ്ഥലം. നിങ്ങൾക്ക് പുറത്തു പോകാന്ന്. ഈ റൂമിൽ നിന്ന് ഭഗീരഥി അമ്മയ്ക്ക് പുറത്തു പോകണമെന്ന്. കണക്ക് പുറത്ത്. കടത്ത് പോവാൻ. ഇറങ്ങി ഇറങ്ങി പോവാൻ. പോ. നിന്നെ ഇന്ന് ഞാൻ എങ്കിൽ കൊന്നു. ഇതിന് പേര് ചാവുന്നതാ. കൊല്ലപ്പെട്ട നിങ്ങൾ എന്റെ ഭർത്താവായതുപോലെ ആ കുട്ടി എന്റെ മോളാ. അതൊരു സത്യമാ. അതൊരിക്കലും എനിക്ക് അവഗണിക്കാൻ പറ്റില്ലല്ലോ. അവക്കൊരാപത്ത് വരുമ്പോ ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? ഇനിയായാലും ഞാൻ സഹായിക്കും. അച്ഛാ, എന്തായി കാണിക്കുന്നത്? അമ്മ എന്നെ തല്ലണ്ട. അമ്മയാ? ആരുടെ അമ്മ? ഇത് നിന്റെ അമ്മയല്ല, ആ ജന്തുവിന്റെ തള്ളയാ. അവളാ ഇവളുടെ മകള്. ഈ വേള ഇന്ന് വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛൻ വന്നേ. വരാ. മതി അച്ഛൻ. എന്തായി കാണിക്കുന്നത്? നീയേ ഇതിന്റെ അകത്ത് കിടന്നാ മതി. മനസ്സിലായി? അച്ഛനിങ് വന്നേ. വന്നേ. പെണ്ണ് Ha ha ha!
ഒന്ന് വിളിച്ചു നോക്കൂ. നന്ദനെ, മോളെ നന്ദനെ, മോളെ. മോളെ നന്ദനെ. ഹോസ്പിറ്റലിലെ മോളെ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ വീട്ടിലേക്ക് പോയത്. എല്ലാം ശരിയാവും മോളെ. ആശുപത്രി പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടോ? സേതുലക്ഷ്മി നന്ദനമോളെ കയറി കണ്ടു. ഒരു കുഴപ്പമില്ല. സംസാരിച്ചത്രേ. ആ, അത് സേതു വിളിച്ചപ്പോ പറഞ്ഞു. പുതിയ വിശേഷം ഒന്നുമില്ല. ഞാനൊന്ന് കുളിക്കട്ടെ. കുളിക്കാൻ വരട്ടെ. അതിനു മുമ്പേ ഒരു കാര്യമുണ്ട്. ഞാൻ ആരാ? ഭാസ്കരക്കുറുപ്പിനോടാ ചോദ്യം. ഞാൻ ആരാണെന്ന്. അതിപ്പോ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇവിടുത്തെ മൂത്ത മരുമകൻ ആണല്ലോ. താൻ ആരാ? പറയടോ, താൻ ആരാന്ന്? ഉദിയന്നൂർ കോവിലകത്തെ കാര്യസ്ഥൻ. സംശയമില്ലല്ലോ. എന്റെ മോന്റെ ഫോൺ നമ്പർ കണ്ട കോലോത്ത കാര്യസ്ഥന് അറിയില്ലാന്നുണ്ടോ? അറിയാം. ഇവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ നമ്പർ എനിക്കറിയാം. പിന്നെന്താ അശ്വൻ ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോ താൻ ഫോൺ എടുക്കാതിരുന്നത്? പറയടോ. നന്ദനമോൾ ഇവിടെ ചോരയിൽ കുളിച്ചു കിടന്നപ്പോ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു അശ്വിനും ഉണ്ടായില്ല. കാല് പിടിച്ച് പറഞ്ഞിട്ടും ഒരാളും അനങ്ങിയില്ല. പിന്നെ സുഖവിവരം അറിയാൻ വിളിച്ചപ്പോ ഞാൻ എന്തിനു ഫോൺ എടുക്കണം? എനിക്ക് മനസ്സ് വന്നില്ല. എന്താ താൻ പറഞ്ഞത്? എനിക്ക് മനസ്സ് വന്നില്ല എന്ന്. ഇറങ്ങടോ. എടോ ഇറങ്ങാൻ. തന്നോടല്ലേ പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങാൻ? മതി തന്റെ കാര്യസ്ഥ പണി. ഈ നിമിഷം കോലോത്തുനിന്ന് ഇറങ്ങിക്കോ. എന്താ വേണമെന്ന് വെച്ചാൽ എടുത്തോ. പോടാ. ഭാസ്കരൻ എങ്ങോട്ടും പോകുന്നില്ല. എന്തോന്നാണ്? ഉദിയന്നൂരിലെ കാര്യസ്ഥനെ പിരിച്ചുവിടാൻ പ്രതാപ് വർമ്മയ്ക്ക് ആരധികാരം തന്നു? വർമ്മ ഈ തറവാട്ടിൽ നിങ്ങൾക്കുള്ള ഏരിയയിൽ മാത്രം കളിച്ചാ മതി. ഇവരിങ്ങനെയൊക്കെ പറയും. താൻ ഇത് ചെവി കൊടുക്കണ്ട. ഭാസ്കരക്കുറിപ്പിന് ഞാൻ തന്നതേ ഓർഡറാ, ഓർഡർ. തനിക്ക് പോകാം. പോടോ. മനസ്സിലായ? പോകാം. പക്ഷെ പറയേണ്ടവര് പറയണം. സാറേ, നിങ്ങളിവിടെ സംബന്ധക്കാരനായി വരുന്നതിന് മുമ്പേ ഈ കോലത്തെ ചോറുണ്ട് വളർന്നവനാ ഞാൻ. അതിന്റെ നന്ദി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മത്തമ്പരാട്ടി പറയട്ടെ, ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. ഭാസ്കരൻ എവിടേക്കും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേട്ടല്ലോ. ഈ പറഞ്ഞത് എനിക്ക് വെറും വാക്കല്ല, കൽപ്പനയാ. വാക്കൈ പൊത്തി ഞാൻ അനുസരിക്കും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ഭാസ്കരൻ അത് അവഗണിക്കും.
പേരട്ട കുറുമ്പേ. വിടയാളെ വിടാനാ പറഞ്ഞത്. എപ്പോഴും തുള്ളുന്ന വെളിച്ചപ്പാടിനെ ആരും മടങ്ങില്ല. ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളപ്പോഴേ കോമലം തുള്ളാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ പുച്ഛിക്കും. ഗ്രഹണം കഴിഞ്ഞിട്ടും ഞാഞ്ഞൂല് തലപ്പൊക്കെ നിനക്കുള്ളതേ ഞാൻ വെച്ചിട്ടുണ്ട്. ഓർത്തോ നീ. എന്റെ കൈത്തരിപ്പ് തീരുന്നില്ല അങ്ങോട്ട്. ഇനിയും അടിച്ചോ? ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിനുള്ള പ്രതിഫലമാണ് ഈ അടിയെങ്കിൽ 1000 തവണ അടിച്ചോ. ഓരോ അടിയും എനിക്ക് വേദനയല്ല, സന്തോഷമാണ് തരുന്നത്. വിദ്യാഭാരതിയാണോ ഈ സംസാരിക്കുന്നത്? അല്ല, വിദ്യാഭാരതിയുടെ ഉള്ളിൽ ഒരു അമ്മയുടെ മനസ്സുണ്ട്. ആ അമ്മ ഇപ്പൊ സംസാരിക്കുന്നത്. ഇത്രയും നാൾ ശ്വാസം മുട്ടിപ്പിടഞ്ഞ് പ്രതാപേട്ടൻ കാണാതിരുന്ന ഒരമ്മയുടെ മനസ്സ്. നീ പറയുന്ന അമ്മ എന്റെ 2 ആൺമക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അത് മറക്കരുത് നീ. അതിനു മുമ്പ് അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അതും ആരും മറക്കരുത്. എന്നെ കല്യാണം കഴിച്ചത് ഒരു ഔദാര്യമാണെന്ന മട്ടിൽ പ്രതാപേട്ടൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ്, എടുക്കച്ചരക്ക്. നിങ്ങൾ തന്ന വിശേഷണങ്ങൾ മിണ്ടാതെ ഞാൻ കേട്ടു നിന്നിട്ടുണ്ട്. ഒരവസരത്തിലും ബഹുമാനം വിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല. പക്ഷെ പ്രതാപേട്ടന് ഒന്നും ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടി 22 വർഷം ഞാൻ എന്റെ മനസ്സ് കല്ലാക്കി വെച്ചു, സ്വയം വഞ്ചിച്ചു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അഭിമാനമായ മാതൃത്വത്തെ ഞാൻ വഞ്ചിച്ചു. ഇനി വയ്യ. എന്നുവെച്ചാ വിദ്യ പറഞ്ഞു വരുന്നത് എന്താ? അശ്വിനും ആദിത്യനും എന്റെ മക്കളാ. പക്ഷേ ആദ്യം ഞാൻ അമ്മയായത് നന്ദനെ പ്രസവിച്ചപ്പോഴാ. നൊന്ത് പ്രസവിച്ച എന്റെ മൂത്ത മകൾ കഴിഞ്ഞിട്ടേ എനിക്കിനി നിങ്ങളുള്ളൂ, എന്റെ 2 ആൺമക്കളുള്ളൂ. അവള് നിങ്ങളെക്കാൾ മുമ്പ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരു പെണ്ണെന്ന നിലയ്ക്ക് എന്റെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായത് നന്ദന കാരണമാ. ആ കുട്ടി ആശുപത്രിയിൽ ഇന്ന് ICU കിടക്കുന്നത്. എനിക്കിനി ഒന്നും നോക്കാനില്ല, ആരെയും പേടിക്കാനില്ല. പ്രതാപൻ എന്നെ തല്ലണോ? തല്ലേ. കൊല്ലണോ? കൊല്ലേ. എന്ത് വേണമെങ്കിലും ചെയ്തു. നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ. എന്നാ ഈ നെഞ്ചിലുള്ള എന്റെ മോളെ നിങ്ങൾക്ക് തല്ലാനോ കൊല്ലാനോ കഴിയില്ല. ഒന്നും ചെയ്യാനാവില്ല. വിദ്യാഭ്യാസവും വിവരമുള്ള ആളല്ലേ. ആലോചിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോന്ന്.